ഇടുക്കി ഉടുമ്പൻചോല വട്ടക്കണ്ണിപ്പാറയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 5 പേർക്ക് പരിക്ക്. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി ആഷിക്കുണ്ട്. ആഷിക്ക്, എങ്ങനെയാണ് അപകടമുണ്ടായത്? ഇവരുടെ പരിക്ക് ഗുരുതരമാണോ? അനീഷ, ഇന്ന് വൈകിട്ട് ഏതാണ്ട് 4:40 ഈ അപകടം ഉണ്ടാകുന്നത്. ചെന്നൈ സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ്, വിനോദസഞ്ചാരികളായിരുന്നു ഇവർ. ഈ മിനി ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു. വട്ടക്കണ്ണിപ്പാറയ്ക്ക് സമീപമുള്ള കൊടുംവളവിൽ വളവ് തിരിക്കുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തെ കുഴിയിലേക്ക് ബസ് മറിഞ്ഞു വീഴുകയായിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ ഏതാണ്ട് 20ഓളം പേരുണ്ടായിരുന്നു. ഇതിൽ കുട്ടികളും സ്ത്രീകളും വൃദ്ധരും അടക്കം ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്നാൽ സാരമായ പരിക്ക് ആർക്കും തന്നെ ഇല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വയോധിക ഉണ്ടായിരുന്നു. അവരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്ന സാഹചര്യമുണ്ട്. ഏതായാലും 19 പേരും, ഈ അപകടത്തിൽ പരിക്കേറ്റ 19 പേരെയും രാജാക്കാട് ലൈഫ് കെയർ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ അപകടകരമായ നിലയിലുള്ളത് ഒരു വയോധികയുടേത് മാത്രമാണ്. മറ്റെല്ലാവർക്കും തന്നെ സാരമായ പരിക്കുകളില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും നിയന്ത്രണം വിട്ടതായിരുന്നു. ചെന്നൈ സ്വദേശികളായ വിനോദസഞ്ചാരികളുമായി സഞ്ചരിക്കവേ കൊടുംവളവിൽ നിയന്ത്രണം വിട്ട മിനി ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു. അനീഷ, ആഷിക്ക്, ഇത് സ്ഥിരം അപകട മേഖലയാണോ? ഈ പ്രദേശം അപകട മേഖലയാണ്. പ്രത്യേകിച്ച് കൊടുംവളവ് ഉള്ളതിനാൽ തന്നെ നിരന്തരം അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഏതാണ്ട് ഇതുപോലെ തന്നെയുള്ള ഒരു വിനോദസഞ്ചാരികളുടെ സംഘം യാത്രാ വാഹനം അപകടത്തിൽപ്പെടുകയും ഒരാൾ മരണപ്പെടുകയും അടക്കമുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ അപകടവും മരണവും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഭാഗമാണ് ഇവിടെ. അവിടെ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യവും ശക്തമാണ്. ഇത്തരം വഴിയെക്കുറിച്ച് പരിചയമില്ലാത്ത ആളുകൾ സഞ്ചരിക്കുമ്പോഴാണ് സാധാരണ അപകടങ്ങൾ ഉണ്ടാവുക. പ്രത്യേകിച്ച് ഹൈറേഞ്ചിലേക്ക് വിനോദസഞ്ചാരികൾ നിരവധി കടന്നു പോകുന്ന പാതയാണ്. അവിടെയാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ഇത് തന്നെ ഇപ്പോൾ അപകടത്തിൽപ്പെട്ട സംഘം തന്നെയും ചെന്നൈയിൽ നിന്ന് രാജാക്കാട്ടിലേക്ക് വിനോദസഞ്ചാരാർത്ഥം സഞ്ചരിച്ച സംഘമാണ്. അവരുടെ വാഹനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്.